മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇതുവരെ 40,000-ഓളം ഭക്തർ ദർശനത്തിനെത്തി. അതേസമയം റോപ്വേയ്ക്ക് അന്തിമാനുമതി നൽകുന്നതിന് മുന്നോടിയായുള്ള ഡ്രോൺ സർവേ ആരംഭിച്ചു. പമ്പ മുതൽ സന്നിധാനം വരെയാണ് സർവേ നടക്കുന്നത്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനത്തേക്ക് ഭഗവാന്റെ ഇടത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ മുതൽ ആരംഭിച്ച ഒരു തിരക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ഇതുവരെ 40,000-ഓളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയതും ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഇന്നലെ 92,000-ലധികം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയത്. അതിൻ്റെ തലേ ദിവസം 1,00,000-ഓളം ഭക്തർ എത്തി. അങ്ങനെ വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള ഒരു സൂചനകൾ തന്നെയാണ് നിലവിൽ ഇതൊക്കെ തന്നെ കാണിക്കുന്നത്. 70,000 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമുള്ളത്. അതോടൊപ്പം തന്നെ 8,500-ഓളം ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് കൂടി അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്തരെ പരമാവധി ദർശനം നടത്താനുള്ള ഒരു സൗകര്യങ്ങൾ നിലവിൽ ഒരുക്കുന്നുണ്ട്. തുടക്കത്തിലുണ്ടായ തിരക്ക് നിയന്ത്രണം അത് വലിയ രീതിയിലുള്ള പാളിച്ചകളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സേനകളൊക്കെ തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കൃത്യമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മരക്കൂട്ടത്തടക്കം തിരക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ ആകുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഈ ശബരിമലയിലെ റോപ്വേ പദ്ധതിക്ക് അത് കേന്ദ്ര അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഇന്ന് ഡ്രോൺ സർവേ ആരംഭിക്കും. പമ്പയിലാണ് ഡ്രോൺ സർവേ നടക്കുക. പമ്പ ത്രിവേണി മുതൽ ശബരിമല സന്നിധാനത്തെ മാളികപ്പുറം സമീപമുള്ള പോലീസ് ബാരക്കിൻ്റെ അവിടെ വരെയാണ് ഈ ഒരു റോപ്വേ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിരുന്നു. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയാണ് ആവശ്യമുള്ളത്. അതിനായുള്ള ഒരു ഡ്രോൺ സർവേ അത് ഈ നിർമ്മാണ കമ്പനിയാണ് അത് ഈ ഡ്രോൺ സർവേ നടത്തുന്നത്. ഹൈക്കോടതിയുടെ അനുമതി നേടിയതിന് ശേഷമാണ് ഈ ഡ്രോൺ സർവേ നടത്തുന്നത്. നമുക്കറിയാം ശബരിമലയും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ അതീവ സുരക്ഷാ മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ അനുമതി നേടിയതിന് ശേഷമാണ് ഈ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നത്.